ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം 22-ാം തീയതി ഞായറാഴ്ച. അന്ന് മീനമാസത്തിലെ ഭരണി നക്ഷത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭരണി നക്ഷത്ര ദിവസം നമ്മൾ ഭഗവതിയെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഭഗവതിയെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ലൗകിക ജീവികളാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും സമാധാനവും ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ടി അംബികയെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവതിയുടെ വിവിധ രൂപങ്ങളെ വിവിധ ദേശങ്ങൾക്കനുസരിച്ചിട്ട്, വിവിധ വിഭാഗങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചിലര് സരസ്വതിയായിട്ട്, ചിലര് ലക്ഷ്മിയായിട്ട്, മറ്റു ചിലര് ഭദ്രയായിട്ട്, കാർത്യായനിയായിട്ട്, അല്ലെങ്കിൽ ഭദ്രകാളിയായിട്ട്, വാരാഹിയായിട്ടൊക്കെ തന്നെ നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം അംബിക തന്നെയാണ്. പരശുരാമൻ കേരളം എന്ന സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, ഈ ഭൂമിയുടെ രക്ഷയ്ക്കായിട്ട്, ദുർഭൂതങ്ങളിൽ നിന്നും ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 4 അംബികമാരെ സ്ഥാപിച്ചു, പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതാണ് ചതുരാംബിക എന്ന് പറയുന്നത്. 4 അംബികമാരെ. വടക്ക് കൊല്ലൂരിൽ മൂകാംബികയും, തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയും, പാലക്കാട് ഹേമാംബികയും, അതുപോലെ തന്നെ കിഴക്ക് പാലക്കാട് ഹേമാംബികയും, പടിഞ്ഞാറ് ലോകാംബികയും പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നു. അതിൽ പടിഞ്ഞാറ് പ്രതിഷ്ഠിച്ച ലോകാംബികയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി. അങ്ങനെ 4 അംബികമാരെ പരശുരാമൻ പ്രതിഷ്ഠിച്ചു. എന്തിനു വേണ്ടി? ഈ കേരളം എന്ന ദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതായത് ദേശത്തെ സംരക്ഷിക്കുന്നതിന് ശക്തിയുള്ളത് ആർക്കാണ് എന്നാണ് പരശുരാമൻ പറഞ്ഞത്? അംബികയ്ക്കാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിസ്സാരരായ മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് അംബികയ്ക്ക് ഒന്ന് കണ്ണ് ചെറുതായിട്ടൊന്ന് തുറന്നാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഭരണി നക്ഷത്ര ദിവസം, പ്രത്യേകിച്ച് കുംഭമാസത്തിലെയും മീനമാസത്തിലെയും ഒക്കെ ഭരണി നക്ഷത്ര ദിവസം അംബികയെ പ്രാർത്ഥിക്കണം. അംബികയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഭഗവതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വാസം. 2026 മാർച്ച് മാസം 22-ാം തീയതി ഞായറാഴ്ചയാണ് ഭരണി നക്ഷത്രം. മീനമാസത്തിലെ ഭരണി കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അതുപോലെ തന്നെ മറ്റ് പല ദേവീക്ഷേത്രങ്ങളിലും, കേരളത്തിലെ പല ദേവീക്ഷേത്രങ്ങളിലും മീനമാസത്തിലെ മീനഭരണി വളരെ വിശേഷമാണ്. എൻ്റെ അമ്മയുടെ നാട് ആലപ്പുഴയാണ്. ആലപ്പുഴ പഴവീട്. പഴവീട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആലപ്പുഴയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം പഴവീട് മീനഭരണി വളരെ വിശേഷപ്പെട്ട രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഗരുഡൻ തൂക്കമൊക്കെ ഉണ്ട്. ഗരുഡൻ തൂക്കം ഞങ്ങള് വളരെ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ വീട്ടില് മീനഭരണി പ്രമാണിച്ച് ഞങ്ങളുടെ ബന്ധുജനങ്ങൾ എല്ലാവരും വരും. ഞങ്ങളുടെ പഴയ ആ വീട്ടില് നിറയെ തിണ്ണയും അറയും നിലവറയും ഒക്കെയുള്ള ആ പഴയ വീട്ടില് തിണ്ണകളാണ്. മുറികളേക്കാൾ കൂടുതൽ തിണ്ണകളാണ്. ആ തിണ്ണകളില് എല്ലാവരും ഇങ്ങനെ കിടക്കും, അബാലവൃദ്ധ മനുഷ്യരും. കാരണം അത്രയും ആളുകൾ വരും. എല്ലാവർക്കും ഓരോ മുറിയിൽ കയറി കതകടച്ച് കിടക്കാനുള്ള സ്ഥലമില്ല. പഴയ വീടാണ്, പഴയ തറവാടാണ്. തളങ്ങളും വലിയ തിണ്ണകളും ഒക്കെയാണ്. അപ്പം രാത്രിയിലൊന്നും ആരും ഉറങ്ങില്ല. എല്ലാവരും ഗരുഡൻ തൂക്കം കാണാനായിട്ട് പോകും. അപ്പൊ അതിന് മുന്നോടിയായിട്ടും അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ തന്നെ എല്ലാവരും ആ തിണ്ണയിൽ ഇങ്ങനെ
കുഞ്ഞുങ്ങളും വലിയ ആളുകളും പ്രായമായവരും എല്ലാവരും ഇങ്ങനെ കിടക്കും. എല്ലാവരും സന്തോഷിക്കും, കിടന്നുകൊണ്ട് വർത്തമാനം പറയും. അപ്പൊ ഈ മീനമാസം മേടമാസ സമയമല്ലേ, അപ്പൊ മീനമാസത്തിലൊക്കെ എന്താണ്, ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട്. അപ്പൊ വലിയ ചക്കയൊക്കെ 1-2 ചക്കയൊക്കെ പ്ലാവിൽ നിന്ന് ഇടും ആ സമയത്ത്. എന്നിട്ട് വീട്ടിൽ ധാരാളം ആളുകളുണ്ടല്ലോ, എല്ലാവരും വരും. എന്നിട്ട് എല്ലാവരും കൂടി ആ ചക്കയൊക്കെ അരിഞ്ഞ് ചക്ക കൊണ്ട് അവിയലും സാമ്പാറും മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് മാങ്ങ കൊണ്ട് മാങ്ങാക്കറി, കടുമാങ്ങ ഒക്കെ ഉണ്ടാക്കി മോരും ഒക്കെ കൂട്ടി മാങ്ങ കൊണ്ട് മാങ്ങ കിച്ചടി ഉണ്ടാക്കും. മാങ്ങ മൂവാണ്ടൻ മാങ്ങ, ആലപ്പുഴയുടെ പ്രത്യേകതയാണ് മൂവാണ്ടൻ മാങ്ങ. മൂവാണ്ടൻ മാങ്ങയും മുളകും കടുകും ഒക്കെ കൂടെ ചതച്ച്, തേങ്ങയും ഒക്കെ കൂടെ ചതച്ചിട്ട് അതിൽ മോരൊക്കെ ഒഴിച്ച് കടുക് വറുത്ത് ഒരു മാങ്ങ കിച്ചടിയൊക്കെ ഉണ്ടാക്കി, കടുമാങ്ങ ഉണ്ടാക്കി, അതായത് നമ്മൾ അച്ചാർ കടുമാങ്ങ ഉണ്ടാക്കി, ചക്ക അവിയലും ചക്കത്തോരനും ചക്ക സാമ്പാറും ഒക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിക്കുന്ന ആ ഒരു ഓർമ്മ. രാത്രിയിൽ എല്ലാവരും ഗരുഡൻ തൂക്കം കാണാനായിട്ട് പോകും. അപ്പൊ ഗരുഡൻ തൂക്കം കാണാനായിട്ട് പോകുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ ഗരുഡന് എടുക്കാനായിട്ട് കൊടുക്കും, കുഞ്ഞായിരിക്കുന്ന കുട്ടികളെ. അപ്പൊ കുട്ടികളുടെ പേടി മാറാനാണ് എന്നൊക്കെ പറയും. അപ്പൊ ഗരുഡൻ ഇങ്ങനെ ചാടിലിങ്ങനെ വരും. ഗരുഡൻ ചാടിൽ വരുന്ന സമയത്ത് പഴക്കൊലകളൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടാവും. അപ്പൊ പഴം കൊത്തി ഗരുഡൻ ഇങ്ങനെ എറിയും. ആ പഴം കിട്ടാനായിട്ട് ആളുകളെല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നതും, ഇങ്ങനെ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ അതിങ്ങനെ പാരി വിതറും. അതൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള കാഴ്ചകളൊന്നുമില്ല. അപ്പൂപ്പനും അമ്മുമ്മയും ഒക്കെ മരിച്ചുപോയി. ആ തറവാട് വീട്ടിൽ ഇന്ന് ആരുമില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വീട് ഭാഗം വെച്ചു പോയി, ആരുമില്ല. ഇപ്പൊ ആ കാഴ്ചകളൊന്നുമില്ല, ആ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്നും ആലപ്പുഴയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പഴവീട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ മീനഭരണി എന്ന് പറയുന്നത് അവരുടെ ഒരു ഓർമ്മയാണ്, അവരുടെ ഒരു ഉത്സവമാണ്. അതുപോലെ ഓരോ ദേശത്തും അവരവരുടേതായ ഓർമ്മകൾ മീനമാസത്തിലെ ഭരണി നക്ഷത്രവുമായി, ഭരണി നാളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. എൻ്റെ ഓർമ്മ ഇതാണ്. ഇപ്പോൾ അത് ഓർമ്മ മാത്രമാണ്. അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ അടുത്ത തലമുറ എന്ന് പറയുന്നത് അവർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ എല്ലാവരും ഒത്തുചേരാനായിട്ട് ആർക്കും സമയമില്ല. എല്ലാവരും ദൂര സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നു. ആരും വരുന്നില്ല, ആർക്കും സമയമില്ല. ആ വീട് പോലും ഇപ്പോൾ ഇല്ല. പല പല ഭാഗങ്ങളായി ഓരോരുത്തരുടെയും ഭാഗത്തേക്ക് അത് പോകുന്നു. പിന്നീട് അത് റിനോവേഷൻ ചെയ്യുന്നു. അപ്പോൾ പുതിയ തലമുറ വരുമ്പോൾ അവർക്ക് സൗകര്യങ്ങളല്ലേ, ഓരോരുത്തർക്കും അവരവരുടേതായ മുറികൾ വേണം. അപ്പം തിണ്ണകളെല്ലാം അടച്ചുകെട്ടി മുറികളാക്കുന്നു. മറ്റേതിങ്ങനെ തുറന്നു കിടക്കുന്ന വലിയ തിണ്ണകളും തളങ്ങളും അറയും നിലവറയും, ആ നിലവറയ്ക്കകത്തു നിന്നും നരച്ചീറുകൾ പറക്കുന്നതും ഒക്കെ, അതൊക്കെ ഒരു ഓർമ്മകളാണ്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഓർമ്മകൾ ഒന്നും തന്നെ ഒരു പക്ഷേ ഉണ്ടാകണമെന്നും ഇല്ല. എന്തുതന്നെ ആയാലും മീനഭരണി എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മയാണ്. അവർക്ക് ഒരു സന്തോഷമുള്ള ഒരു ഓർമ്മയാണ്. നിങ്ങളുടെ ഓർമ്മകൾ, അനുഭവങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. കൊടുങ്ങല്ലൂർ ഭരണിയാണ്. മാർച്ച് മാസം 22-ാം തീയതി 8 കൈകളോട് കൂടിയിരിക്കുന്ന ഭഗവതിയാണ്. വലതുകാൽ മടക്കിയിരിക്കുന്നതാണ് ദേവിയുടെ രൂപം. ശ്രീചക്രമുണ്ട്. ദാരുശില്പമാണ് ഭഗവതിയുടേത്. അതുകൊണ്ട് തന്നെ ഗുരുതി വഴിപാട് വളരെ വിശേഷമാണ്. അംബികയെ അന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. വലംപിരി ഗണപതിയാണ് കൊടുങ്ങല്ലൂര് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അഷ്ടമാതാക്കളുണ്ട്. സാധാരണ സപ്തമാതാക്കളാണ്, പക്ഷെ കൊടുങ്ങല്ലൂരിൽ അഷ്ടമാതാക്കളാണ്. വീരഭദ്രനുണ്ട്, ദാരികനുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും പറയുന്നത് ഈ ചൂട് മാസമാണ്. ഇനിയിപ്പോ അങ്ങോട്ട് ചൂടാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞ അസുഖം ഇനിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വസൂരി അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ദേവതയാണ് എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിക്കും. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ അസുഖം മാറും എന്നൊക്കെയാണ് വിശ്വാസം. വസൂരിമാല എന്ന ദേവത തന്നെയുണ്ട്. ശിവപുരാണത്തിലെ ഈ ദേവതയെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ കഥ കൂടി ഒന്ന് നോക്കാം. പണ്ടുപണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് സ്വാഭാവികമായും മഹാവിഷ്ണു ആരുടെ പക്ഷത്താണ്? ദേവന്മാരുടെ പക്ഷത്താണ്. അങ്ങനെ ദേവന്മാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്റെ ചക്രായുധം കൊണ്ട് വിഷ്ണു അസുരന്മാരെ മുഴുവനും കൊന്നൊടുക്കുന്നു. തങ്ങളുടെ വംശത്തിന്റെ നാശം മുന്നിൽ കാണുകയാണ് ആര്? അസുര സ്ത്രീകള്. അവര് ശേഷിച്ച അവരുടെ ഭർത്താക്കന്മാരെയും കൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ച് കഴിയുകയാണ്. അങ്ങനെ യുദ്ധം തീർന്നു. അസുര സ്ത്രീകളായ ദാരുമതിയും ദാനവിയും, രണ്ട് സ്ത്രീകളാണ്, ദാരുമതി, ദാനവി. അവര് രണ്ടുപേരും തങ്ങളുടെ വംശം നശിച്ചു എന്ന് മനസ്സിലാക്കുകയും അവർ രണ്ടുപേരും കൂടി ഗോകർണത്തിൽ ചെന്ന് ബ്രഹ്മദേവനെ തപസ്സു ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ദാരുമതിയുടെയും ദാനവിയുടെയും മുമ്പിലേക്ക് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നു. തങ്ങളുടെ വംശം നശിച്ചു, വിഷ്ണുവാണ് നശിപ്പിച്ചത്. പക്ഷേ തങ്ങളുടെ വംശത്തിന് വർധനവുണ്ടാകണം, അതുകൊണ്ട് തങ്ങൾക്ക് മഹാപരാക്രമികളായ പുത്രന്മാർ ജനിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ബ്രഹ്മദേവൻ വരം നൽകി അനുഗ്രഹിക്കുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ദാരുമതിക്കും ദാനവിക്കും ഓരോ പുത്രന്മാർ ജനിക്കുന്നു. പരാക്രമശാലികളാണ് അവര് വളർന്നപ്പോൾ എങ്ങനെയാണ് തങ്ങളുടെ വംശത്തിന് ഇങ്ങനെയൊക്കെയുള്ള നാശം ഉണ്ടായത് എന്ന് അമ്മമാരോട് ചോദിക്കുകയും എല്ലാ വിവരങ്ങളും അവര് മനസ്സിലാക്കുകയും ചെയ്തു. അതോടുകൂടി അവർക്ക് ദേവന്മാരോട് വളരെയധികം ദേഷ്യമാണ് തോന്നിയത്. അങ്ങനെ അവര് എങ്ങനെയെങ്കിലും ദേവന്മാരെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. തങ്ങളുടെ വംശത്തിന് വർധനവുണ്ടാകണമെന്നും തങ്ങൾക്ക് സ്വസ്ഥമായി താമസിക്കാൻ ഒരിടം കണ്ടെത്തണമെന്നും അമ്മമാര് മക്കളെ ഉപദേശിക്കുന്നു. അമ്മമാരിൽ നിന്നും തങ്ങളുടെ വംശത്തിന്റെ നാശത്തിന് കാരണക്കാർ ദേവന്മാരാണ് എന്ന് അറിഞ്ഞ ക്ഷുഭിതരായ ദാരുകനും ദാനവനും ഇവരാണ് മക്കൾ. അവര് രണ്ടുപേരും പകരം വീട്ടാൻ നിശ്ചയിക്കുന്നു. അങ്ങനെ അവര് ഗോകർണത്തിലെത്തി കഠിനമായ തപസ്സു ചെയ്ത് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ബ്രഹ്മദേവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും എന്തു വരം വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളിൽ നിന്നും മരണം സംഭവിച്ചാലും തങ്ങളെ ദേവന്മാരോ അസുരന്മാരോ മനുഷ്യരോ വധിക്കരുത്. 1000 ആനകളുടെ ബലം തങ്ങൾക്കുണ്ടാകണം. ബ്രഹ്മദണ്ഡം എന്ന ആയുധവും മായാവതി, താമസി എന്നീ 2 മന്ത്രങ്ങളും തങ്ങൾക്ക് നൽകണമെന്ന് ഈ അസുരന്മാര് ബ്രഹ്മദേവനോട് ചോദിക്കുന്നു. അവര് ചോദിച്ച എല്ലാ വരങ്ങളും ബ്രഹ്മദേവൻ അവർക്ക് നൽകുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീകൾ വധിച്ചോട്ടെ എന്ന് ചോദിച്ചത് എന്ന് ബ്രഹ്മദേവൻ ചോദിക്കുന്നു. അതായത് മറ്റാരും വധിക്കണ്ട, വേണമെങ്കിൽ സ്ത്രീ വധിച്ചോട്ടെ എന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു എന്ന ഒരു ചോദ്യം ബ്രഹ്മദേവൻ അവരോട് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവനെ അവര് കളിയാക്കി. അതോടുകൂടി ബ്രഹ്മദേവന് വളരെയധികം ദേഷ്യം തോന്നുകയും അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ തന്നെ നിന്നെ വധിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെ വരസിദ്ധിയാൽ പ്രബലരായി തീർന്ന അസുരന്മാര് അന്നു മുതൽ തങ്ങളുടെ വേട്ടയാണ് തുടങ്ങിയത്. അവര് ദേവന്മാരെയും മനുഷ്യരെയും എല്ലാം ഉപദ്രവിച്ചു തുടങ്ങി. 3 ലോകങ്ങൾക്കും വളരെയധികം നാശം വരുത്തി. അങ്ങനെ ദാരുകനെയും ദാനവനെയും നിഗ്രഹിക്കുന്നതിനായി ദേവന്മാര് തീരുമാനിക്കുന്നു. പക്ഷെ അവര് പലവട്ടം ശ്രമിച്ചിട്ടും അവർക്ക് വധിക്കുവാൻ സാധിച്ചില്ല. അതോടുകൂടി അവർക്ക് മനസ്സിലായി, ഒരു സ്ത്രീക്ക് മാത്രമേ ഇവരെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബ്രഹ്മദേവൻ അങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ശാപം കൂടി കൊടുത്തിട്ടുണ്ട് എന്ന നിലയിൽ അവര് മനസ്സിലാക്കുന്നു. ഒടുവില് ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയെ മഹേശ്വരൻ സൃഷ്ടിക്കുകയും ഭദ്രകാളി ദാരുകനെ കൊല്ലുന്നതിനായി പുറപ്പെടുകയും ചെയ്തു. മയാസുരൻ എന്ന അസുരന്റെ മകളായ മനോദരിയായിരുന്നു ദാരുകന്റെ പത്നി. അവൾ തന്റെ ഭർത്താവിനെ നിഗ്രഹിക്കാനെത്തിയ ഭദ്രകാളിയെ കണ്ട് ഭയപ്പെടുകയും ദാരുകനും ഭദ്രകാളിയും തമ്മിൽ യുദ്ധം നടക്കുന്നത് കണ്ട് പേടിക്കുകയും ചെയ്തു.
അവർ തമ്മിൽ നടക്കുന്ന ഭയങ്കരമായ യുദ്ധം കണ്ടിട്ട് മനോദരി വളരെയധികം വിഷമിക്കുകയും പേടിക്കുകയും ചെയ്തു. തൻ്റെ ഭർത്താവിൻ്റെ അവസാനം അടുത്തുവെന്ന് അവര് മനസ്സിലാക്കുന്നു. അങ്ങനെ മനോദരി കൈലാസത്തിനു സമീപം ചെന്ന് കഠിനമായ തപസ് ആരംഭിക്കുന്നു. ആ തപസ് വളരെ കാലം നീണ്ടു നിന്നു. മനോദരിയുടെ കഠിനമായ തപസ്സു കണ്ട് മനസ്സലിഞ്ഞ പാർവതി പരമേശ്വരനോട് സങ്കടം പറയുകയും, ഒരു സ്ത്രീ ഇത്രയും കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നത് ഭഗവാൻ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ അവളിൽ പ്രസാദിക്കാത്തത്? ഇത് കഷ്ടമാണ് എന്ന് പാർവതീദേവി ഭഗവാൻ ശിവനോട് പരാതി പറയുകയും ചെയ്തു. ദാരുകൻ എന്ന അസുരൻ ബ്രഹ്മദേവനിൽ നിന്നും വരം നേടിയെന്നും അയാള് 3 ലോകത്തിലെ മനുഷ്യരെയും ദേവന്മാരെയും സന്യാസിമാരെയും എല്ലാവരെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആ ഉപദ്രവം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മകളായ ഭദ്രകാളിയെ അങ്ങോട്ടേക്ക് അയച്ചത് എന്നും മഹേശ്വരൻ പാർവതീദേവിയോട് പറയുന്നു. അതുപോലെ മനോദരിക്കും അവർ ചോദിക്കുന്ന വരം നൽകിയാൽ വീണ്ടും മറ്റൊരു ഉപദ്രവം നാം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് വരുത്തി വെക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടി ശിവൻ പാർവതീദേവിയോട് ചോദിക്കുന്നു. അതായത് ഇവിടെ മനോദരിക്ക് വരം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ദോഷമുണ്ടാക്കും. അതുകൊണ്ടാണ് മനോദരിയുടെ തപസ്സിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്ന് ശിവൻ പറയുന്നു. നാഥ, എങ്കിലും ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ? മനോദരിയുടെ ഭർത്താവ് ദാരുകനെ ഭദ്രകാളി വധിച്ചാൽ അവൾ അനാഥയായി തീരില്ലേ? അതിനാൽ ദേവ, അങ്ങ് അവളെ അനുഗ്രഹിക്കണമെന്ന് പാർവതി വീണ്ടും പരമശിവനോട് പറയുന്നു. അങ്ങനെ പാർവതീദേവിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ഭഗവാൻ മനോദരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. തൻ്റെ ശരീരത്തിലെ വിയർപ്പ് വെള്ളം വടിച്ചെടുത്ത് മനോദരിക്ക് കൊടുത്തിട്ട് ശിവൻ പറയുകയാണ്, മനോദരി, നീ ഇത് കൊണ്ടുപോയി മനുഷ്യരുടെ ദേഹത്തിൽ തളിക്കുക. നിനക്ക് വേണ്ടതെല്ലാം അവർ നൽകുമെന്ന് പരമശിവൻ മനോദരിയോട് പറയുന്നു. അങ്ങനെ പരമശിവന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വരുന്ന മനോദരി കാണുന്നത് ഭദ്രകാളി വേതാളിയുടെ പുറത്തു കയറി ഭൂതപിശാചുക്കളോട് കൂടി പോകുന്നതാണ്. ഭദ്രകാളിയുടെ കയ്യിൽ ദാരുകന്റെ ശിരസ്സുമുണ്ട്. ജയഭേരി മുഴക്കിക്കൊണ്ട് കൈലാസത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് മനോദരിക്ക് കാണാനായിട്ട് സാധിച്ചത്. സ്വന്തം ഭർത്താവിന്റെ തല കൊയ്തു വരുന്ന ഭദ്രകാളിയെ കണ്ട് മനോദരിക്ക് വളരെയധികം കോപമാണ് ഉണ്ടായത്. ദേഷ്യം സഹിക്കവയ്യാതെ അവൾ ഭഗവാൻ നൽകിയ വിയർപ്പു നീരിൽ നിന്നും കുറച്ചെടുത്ത് ഭദ്രകാളിയുടെ ശരീരത്തിലേക്ക് തളിക്കുന്നു. പെട്ടെന്ന് തന്നെ ഭഗവതിയുടെ ശരീരത്തിൽ ധാരാളം കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നു. തലവേദന, പനി തുടങ്ങിയ അസുഖങ്ങളാൽ ദേവി പരവശയായി തളർന്ന് വീഴുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന ഭൂതഗണങ്ങൾ കൈലാസത്തിലെത്തി മഹേശ്വരനെ വിവരം ധരിപ്പിക്കുന്നു. ശിവൻ കോപം കൊണ്ട് ജ്വലിക്കുന്നു. ഇരുന്ന ഇരിപ്പിൽ നിന്നും ചാടി എഴുന്നേറ്റ ശിവന്റെ ചെവിയിൽ നിന്നും ഒരു ഭയങ്കരമായ മൂർത്തി പുറത്തേക്ക് വരികയും ഭഗവാൻ അവന് ഖണ്ഡാകർണൻ എന്ന പേര് നൽകുകയും ചെയ്തു. ഉടൻ തന്നെ ഖണ്ഡാകർണൻ സഹോദരിയുടെ അസുഖം മാറ്റിക്കൊണ്ട് വരണം എന്ന് മഹേശ്വരൻ ഖണ്ഡാകർണനോട് പറയുന്നു. ഖണ്ഡാകർണൻ പിതാവായ പരമേശ്വരനെ വന്ദിക്കുകയും അനുഗ്രഹം വാങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു. വഴിയിൽ വെച്ച് തളർന്നു കിടക്കുന്ന ഭദ്രകാളിയെ ഖണ്ഡാകർണൻ കാണുന്നു. അവളുടെ പാദം മുതൽ കഴുത്തുവരെ നക്കി കുരുക്കളെല്ലാം ഖണ്ഡാകർണൻ തിന്നു തീർക്കുന്നു. പക്ഷേ അവളുടെ മുഖത്തേക്ക് നക്കാൻ ഭാവിച്ചപ്പോൾ, സഹോദരനായ നിന്നെ മുഖത്തോട് ചേർക്കുന്നത് ശരിയല്ല, തനിക്കിത് ഭൂഷണമായി തന്നെ ഇരുന്നു കൊള്ളട്ടെ എന്ന് ഭദ്രകാളി പറയുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാം സുഖമായി എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റുമൊന്ന് കണ്ണോടിക്കുമ്പോൾ പേടിച്ചു വിറച്ചുകൊണ്ട് ദൂരെ മാറി നിൽക്കുന്ന മനോദരിയെയാണ് ഭദ്രകാളി കാണുന്നത്. ഖണ്ഡാകർണനോട് അവളെ പിടിച്ചുകൊണ്ടുവരാൻ ഭദ്രകാളി ആജ്ഞാപിക്കുന്നു. ഖണ്ഡാകർണൻ മനോദരിയെ പിടിച്ചുകൊണ്ടുവന്ന് ഭദ്രകാളിയുടെ മുമ്പിൽ നിർത്തുന്നു. കോപത്തോടുകൂടി ദേവി തൻ്റെ വാൾ കൊണ്ട് മനോദരിയുടെ കണ്ണും ചെവിയും കാലും മുറിച്ചു കളയുന്നു. എന്നിട്ട് മനോദരിയോട് പറയുന്നു, മേലിൽ നീ കണ്ടും കേട്ടും ഓടിയും മനുഷ്യരെ ഉപദ്രവിക്കരുത്. അതിനുശേഷം അവളുടെ പേര് മാറ്റി വസൂരി എന്ന് ആക്കി തീർക്കുന്നു. ഇന്നു മുതൽ നീ എൻ്റെ ആജ്ഞാകാരിയായി ജീവിച്ചു കൊള്ളുക എന്ന് അവൾക്ക് അനുഗ്രഹവും നൽകുന്നു. അതോടുകൂടി ഭൂതഗണങ്ങളുടെ കൂട്ടത്തിൽ വസൂരിയെ കൂടി ഉൾപ്പെടുത്തുകയും കൈലാസത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അന്നു മുതൽ മനോദരി വസൂരി മാല എന്ന ദേവതയായി തീരുന്നു. ഭദ്രകാളിക്ക് വിരോധമുണ്ടാക്കുന്ന അവസരത്തിൽ
ദേവി വസൂരി ദേവതയെ പറഞ്ഞയക്കുന്നത് മൂലമാണ് മനുഷ്യർക്ക് ഈ അസുഖം ഉണ്ടാകുന്നത് എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. കണ്ണും ചെവിയും കാലുമില്ലാത്തതിനാൽ മണം പിടിച്ചും നിരങ്ങിയും ചെന്നാണ് ദേവത മനുഷ്യരെ പിടികൂടുന്നത്. അതുകൊണ്ടാണ് ഒരു വീട്ടില് നമ്മൾ ചിക്കൻ ബോക്സ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ വസൂരി ഉള്ളപ്പോൾ കടുക് വറക്കരുതെന്നും പപ്പടം കാച്ചരുതെന്നും ഒക്കെ പറയുന്നത്. കാരണം മണം പിടിച്ചു വരും എന്ന ആ ഒരു വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വീടുകളിൽ നമ്മുടെ വീടിന്റെ അടുത്ത ആർക്കെങ്കിലും വസൂരി ഉണ്ടെങ്കിൽ അവരും കാച്ചില്ല, തൊട്ടടുത്തുള്ള വീടുകളും കാച്ചില്ല എന്ന് പറയുന്നത്. അടുത്ത സ്ഥലങ്ങളിൽ വസൂരി ഉള്ളപ്പോൾ കടുക് വറക്കുകയും പപ്പടം കാച്ചുകയും മറ്റും ചെയ്യരുത് എന്ന് ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം മണം പിടിച്ച് വരും എന്ന ആ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് പഴമക്കാർ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭദ്രകാളിക്ക് ദേഷ്യമുണ്ടാകുമ്പോഴാണ് ചിക്കൻ ബോക്സ് വരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ അസുഖം വന്നതിനു ശേഷം നമ്മൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോവുകയും ദേവിക്ക് പ്രീതികരങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ കഥ മീനഭരണി ദിവസം ഓർക്കുക, ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക, ഭഗവതിക്ക് ഗുരുതി കഴിപ്പിക്കുക, ദേവിക്ക് അർച്ചനകൾ കഴിപ്പിക്കുക, പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക. ഇതൊക്കെയാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടുകൾ. നിങ്ങളുടെ മീനഭരണിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.